ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഇന്നത്തെ ഗോൾഡ് അതുപോലെ യൂറോ USD ഇതിൻ്റെ രണ്ട് ചില ലെവൽസ് നോക്കാം. മാർക്കറ്റ് ഓവറോൾ ബൈയിലേക്കാണോ ഇനി സെല്ലിലേക്കാണോ സാധ്യത കൂടുതലെന്ന്. ഫസ്റ്റ് നമുക്ക് ഗോൾഡിൽ നിന്ന് തന്നെ നോക്കാം. ഇപ്പോൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ബൈയിലേക്കോ സെല്ലിലേക്കോ ഒരു നല്ലൊരു ട്രെൻഡ് ഇല്ലാതെയാണ് നിൽക്കുന്നത്. അപ്പോൾ 4 hour നോക്കുകയാണെങ്കിൽ ഒരു മേജർ ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തു, തൊട്ടടുത്ത് തന്നെ ഒരു സെല്ലിംഗ് സോണും ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ചാർട്ട് എടുത്ത് നോക്കിയാലും കറക്റ്റായിട്ട് കാണാൻ പറ്റും. ബൈയേഴ്സാണ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഈ ചാർട്ടിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബൈയിലേക്കാണ് കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതൽ. പിന്നെ ഫസ്റ്റത്തെ കാര്യം, ഇവിടെ ഒരു ട്രെൻഡോ കാര്യങ്ങളോ, ഇപ്പോൾ ബൈയിലേക്കാണെങ്കിലും കറക്റ്റായിട്ട് ഒരു ട്രെൻഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെന്താണ് ഡയറക്ഷൻ നോക്കുന്നത്, മൊത്തം ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റ് ബൈയിലേക്കുള്ള ലിക്വിഡിറ്റിയാണ് കൂടുതലെടുത്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ബൈയിലേക്ക് നോക്കി പോകുന്നത് കേട്ടോ. കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഒരു ട്രെൻഡ് കൺഫേം ആകുവാണെങ്കിലാണ് പിന്നെ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ട്രേഡ് കാര്യങ്ങളെടുത്ത് പോകാനായിട്ട് പറ്റുന്നത്. പിന്നെ ഈ ബൈയിലേക്ക് തന്നെയാണെങ്കിലും ഫസ്റ്റത്തെ സാധ്യത എന്ന് പറയുമ്പോൾ എന്താണ്, മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഇവിടുത്തെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തു, അതിനുശേഷമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയേക്കുന്നത്. ഇതെന്താണ്, ഒരു മൈനർ ട്രെൻഡിൻ്റെ സാധ്യതയാണ് ഇന്നത്തെ ദിവസം ഗോൾഡിൽ കൂടുതലായിട്ടുള്ളത് കേട്ടോ. അത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇവിടുത്തെ എന്താണ് ഹൈനെ ബ്രേക്ക് ചെയ്തു, അതിനുശേഷം എന്താണ് ഗോൾഡ് വന്നിട്ട് ഇവിടെ ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റും എടുത്തിട്ടുണ്ട്. ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ ഇന്നത്തെ ദിവസം കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി നോക്കാനായിട്ട് പറ്റും. അതിൻ്റെ ലെവൽസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, 1 minute ഇറങ്ങിയിട്ട് പറഞ്ഞുതരാം. അതുപോലെ തന്നെ പിന്നീടുള്ളൊരു സാധ്യത എന്ന് പറയുമ്പോൾ ഇത് ഒരു മേജർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ്, ഇതൊരു മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇത് ഈ ഒരു ട്രെൻഡിലെ മേജർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടുമാണ് വരുന്നത്. പിന്നെ ഇതിന് ശേഷം എന്താണ്, ഇവിടെ നമുക്ക് ട്രേഡോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു എൻട്രി ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷവും നോക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് എൻട്രി കിട്ടുവാണെങ്കിലും ഇവിടുന്ന് എൻട്രി കിട്ടുവാണെങ്കിലും ഈ ഹൈ ആയിരിക്കും നമ്മുടെ ഫസ്റ്റത്തെ ടാർഗറ്റായിട്ട് വരുന്നത്. ഈ ഒരു സാധ്യതയാണ് ഗോൾഡിൽ വരുന്നത്. ഇനി 1 minute ഇറങ്ങി നോക്കുവാണെങ്കിലും നമുക്ക് എന്താണ് വേണ്ട കൺഫർമേഷനും കാര്യങ്ങളും ഏകദേശം ഇവിടെ വന്നിട്ടുണ്ട്. ഒരു BOS സാധ്യതകളൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷം മാർക്കറ്റ് വന്നിട്ടുണ്ടാണ് ഒന്നെങ്കിൽ ബൈയിങ് സോണിലേക്ക് ടച്ച് ചെയ്തിട്ട് ഈ ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ കൊടുത്തിട്ട് ഒരു എൻട്രി നോക്കാനായിട്ട് പറ്റും. ഇല്ല, ഇനി മാർക്കറ്റ് ഇവിടുന്ന് തന്നെ വന്നിട്ട് ഈ ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഒരു എൻട്രി നോക്കാനായിട്ട് പറ്റും. ഇതിന് താഴെയും സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. കുറച്ചും കൂടെ സേഫായിട്ട് നോക്കുന്നവർക്കാണെങ്കിൽ ഇതിന് താഴെയും സ്റ്റോപ്പ് ലോസ് കൊടുക്കാം കേട്ടോ. ഈ ഒരു സാധ്യതയാണ് ഇപ്പോൾ ഗോൾഡിൽ മെയിനായിട്ടും കാണുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും സാധ്യത ഗോൾഡിൽ പറയാനായിട്ടുള്ളൂ. ഇനി യൂറോ USDൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ്. ഇന്നലെ ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഈ ഒരു ലെവൽസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. തൊട്ട് താഴെയുള്ള ഒരു മേജർ ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ട് പോകുന്നുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ്, മാർക്കറ്റ് അതിനുള്ളിൽ തന്നെ ചെറിയൊരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ട് തന്നെ അത്രയും ബൈയിങ്ങിലേക്ക് വന്നു. അതിനുശേഷം എന്താണ് ഫസ്റ്റത്തെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഇന്നത്തെ ദിവസത്തേക്കുള്ള സാധ്യതകളെന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ മാർക്കറ്റ് വന്നിട്ട് ഈ ഫസ്റ്റത്തെ ഈ മൈനർ ഇൻഡ്യൂസ്മെൻറ്റിലേക്കൊക്കെ വന്നിട്ട് കൺഫർമേഷൻ തരണം. അങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് ബൈ നോക്കാനായിട്ട് പറ്റും. ഇനി മൈനർ ഇൻഡ്യൂസ്മെൻറ്റിലേക്കൊക്കെ വന്നിട്ട് കൺഫർമേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാണെങ്കിൽ നമുക്കെന്താണ് പിന്നെ ഈ നെക്സ്റ്റ് ബൈയിങ് സോണിലേക്കൊക്കെ വന്നതിന് ശേഷം കൺഫർമേഷന് വേണ്ടി നോക്കാം. ഇതിലേക്ക് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ പിന്നെ നമുക്ക് ബൈയിലേക്ക് ഈ ഒരു ബൈയിങ് സോണിൽ നിന്നോ അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ഈ ബൈയിങ് സോണിൽ നിന്ന് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈയിലേക്ക് തന്നെ നോക്കി പോകാനാണ് യൂറോ USDയിൽ സാധ്യതകൾ കൂടുതൽ കാണുന്നത്. ഇനി ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നിട്ട് മൈനർ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നിട്ട് ഇതുപോലെ തന്നെ ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് 50 minute വീണ്ടും കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതിലും വീണ്ടും ഒന്നാണ് ബൈയിലേക്ക് നോക്കി പോവാം. ഇനി ബൈയിങ് സോണിലേക്ക് വന്നതിന് ശേഷം 50 minute മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുവാണെങ്കിലും നമുക്ക് ബൈയിലേക്ക് തന്നെ നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. ഈ രണ്ട് സാധ്യതകൾ മാത്രമാണ് യൂറോ USDയിൽ കാണുന്നത്. ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം RRM കാര്യങ്ങളും ഉണ്ടാവും. ഇവിടെ നിന്നൊക്കെ നമുക്ക് ട്രേഡ് കിട്ടുവാണെങ്കിൽ അത്യാവശ്യം സാധ്യതകളുണ്ട്. അത്യാവശ്യം റിസ്ക് റേഷ്യോ കാര്യങ്ങളൊക്കെ കിട്ടാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധ്യതയാണ് യൂറോ USDയിൽ വരുന്നത്. ഇനി അതുപോലെ തന്നെ ഗോൾഡിൽ വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിന് ശേഷം എന്താണ് നമുക്ക് ഇവിടെ ട്രേഡും കാര്യങ്ങളൊക്കെ ഇട്ട് ഈ ഹൈന് വീണ്ടും ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ പിന്നെ ബൈയിലേക്കുള്ളൊരു ട്രെൻഡ് കൺഫേം ആവും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ട്രേഡുകൾ പിന്നെ നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. തൊട്ടടുത്ത് വരുന്ന ഇൻഡ്യൂസ്മെൻറ്റ് ബൈയിങ് സോണൊക്കെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ വന്നതിന് ശേഷം വീണ്ടും നമുക്ക് ട്രേഡുകൾ നോക്കി പോകാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിനകത്ത് ഇതുവരെയും ട്രെൻഡോ കാര്യങ്ങളൊന്നും കൺഫേം ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇത് കുറച്ച് റിസ്ക് ആണെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. ഒരു ട്രെൻഡ് കൺഫേം ആകുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് അവിടെ ഒരു ഡയറക്ഷൻ അനുസരിച്ച് പിന്നെ ട്രേഡുകളും കാര്യങ്ങളൊക്കെ നോക്കി പോകാനായിട്ട് പറ്റും. ഈ ഒരു സാധ്യത മാത്രമാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. നല്ല നല്ല ട്രേഡുകൾ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗിൽ ഫ്രണ്ട്സിനിടയിലേക്ക് ഒന്ന് വീഡിയോ ഷെയർ എത്തിക്കാനും ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം കേട്ടോ.